ചെമ്പനിപ്പു സീരിയലിന്റെ ഇനി വരാൻ വേണ്ടി പോകുന്ന ഒരു എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷമാണ് കേട്ടോ പറയുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കും. ഇന്നലത്തെ റിവ്യൂ കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ലിങ്ക് ഐക്കാട്ടിലും അതുപോലെ പിൻ കമന്റായിട്ടും കൊടുത്തേക്കാവേ. വീട്ടില് ബൊമ്മകൊലു വെക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് രേവതി പറഞ്ഞ സമയത്ത് ചന്ദ്ര ആദ്യം ഒന്ന് മടിക്കുന്നുണ്ടെങ്കിലും കൊലു വെക്കുന്ന ഓരോ ദിവസം പാട്ടൊക്കെ പാടണല്ലോ, അത് ചന്ദ്രമതി നന്നായിട്ട് പാട്ട് പാടും, നീ തന്നെ പാടി തുടങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര അങ്ങ് പുകഴ്ത്തുന്ന സമയത്ത് അതിന് സമ്മതിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അപ്പോഴും രേവതി പറഞ്ഞതുകൊണ്ട് തന്നെ ചന്ദ്രയ്ക്ക് ചെറിയൊരു മടിയുണ്ട് അത് സമ്മതിച്ചു കൊടുക്കാൻ വേണ്ടി. വലിയൊരു താല്പര്യമൊന്നുമില്ല കേട്ടോ. അതിനെക്കുറിച്ച് ബാമയുടെ അടുത്ത് ഇങ്ങനെ പറയുകയാണ്. ഈ രേവതി ആണെങ്കിൽ ഓരോ ദിവസം കൂടുന്തോറും ഓരോരോ വല്യാവേലികൾ വിളിച്ച് വീട്ടിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിന് മാത്രം രേവതി എന്താ ചെയ്തെന്നുള്ള കാര്യം ബാമ ചോദിക്കുമ്പോൾ അവള് കൊലു വെക്കാൻ വേണ്ടി പോവുകയാണ്. അത് നല്ല കാര്യമല്ലേ? നല്ല കാര്യമൊക്കെ തന്നെയാണ്. പക്ഷെ അത് അവൾ ചെയ്യുന്നോണ്ടാ പ്രശ്നം. അതേ സ്ഥാനത്ത് വർഷയോ അതുപോലെ ശ്രുതിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ സന്തോഷത്തോട് കൂടിയിട്ട് ചെയ്യാൻ വേണ്ടി സമ്മതിച്ചേനെ. എന്നാ ഇപ്പോ രേവതിയല്ലേ ചോദിച്ചത്. നല്ല കാര്യങ്ങൾ തനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മോശകാര്യമായിട്ട് മാറും. കൊലു വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ കുടുംബത്തിനല്ലേ നല്ലത് സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. അതൊക്കെ നല്ലത് തന്നെയാണ്. എന്തായാലും അവരത് ചെയ്തോട്ടെ ചന്ദ്ര എന്ന് പറയുമ്പോ ശരി എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. ഇഷ്ടമില്ലാത്ത രീതിയിൽ ഒരു സമ്മതം ഇങ്ങനെ ചന്ദ്ര ബാമയുടെ അടുത്തും പറയുന്നുണ്ട്. അല്ല ചന്ദ്ര, ഈ 9 ദിവസം വീട്ടില് പാട്ടുമൊക്കെ പാടുമൊക്കെ വേണ്ടേ? അതെ, രവിയേട്ടൻ എന്റെ അടുത്ത് പാടാനാ പറഞ്ഞത്. നിന്റെ അടുത്ത് പറയാനോ? വല്ലാത്ത ആഗ്രഹം തന്നെയാണല്ലോ രവിയേട്ടന്. എന്താ നീ പറഞ്ഞത്? അല്ല, വ്യത്യസ്തമായിട്ടുള്ള ഒരു ആഗ്രഹമാണല്ലോ രവിയേട്ടൻ പറഞ്ഞത് എന്ന്. അല്ല ചന്ദ്ര, നിനക്ക് പാടാനല്ലല്ലോ ആടാനല്ലേ അറിയുള്ളൂ. എനിക്ക് കുറച്ചൊക്കെ പാടാനും അറിയാം. പക്ഷെ അതെങ്ങനെയാണ് രവിയേട്ടൻ അറിഞ്ഞതെന്നുള്ള കാര്യമാണ് എനിക്ക് മനസ്സിലാവാത്തത്. എപ്പോഴെങ്കിലും ചന്ദ്ര ഒരുപക്ഷെ രവിയേട്ടൻ കേട്ടിട്ടുണ്ടാവും നീ പാടുന്നത്. ആയിരിക്കും. പക്ഷെ ഏത് പാട്ട് പാടണം എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ടാണ് ഞാൻ ചിന്തിക്കുന്നത്. ഏതെങ്കിലും ഭക്തിഗാനല്ലേ ചന്ദ്രയെ പാടേണ്ടത്. എന്നിട്ടൊരു ഭക്തിഗാനം പാടി കൊടുക്കുന്ന സമയത്ത് ആ പാട്ടൊന്നും ഞാൻ പാടി പ്രാക്ടീസ് ചെയ്തിട്ടില്ല. ഏതെങ്കിലും ദേവി ഭക്തിഗാനങ്ങളൊക്കെ പാടി പ്രാക്ടീസ് ചെയ്യേ. എന്തായാലും ചന്ദ്രേ, നീ പാട്ട് പാടുന്ന കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തായാലും വരും. അതുമാത്രമല്ല നല്ല സ്വീറ്റ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ. രേവതിയാണെങ്കിൽ നന്നായിട്ട് ചെയ്യും. അതിന് ഞാൻ എന്തായാലും വരും. അല്ലെങ്കിലും തിന്നുന്ന കാര്യം വരുന്ന സമയത്ത് നീ അവിടെ ആദ്യ ആളായിട്ടുണ്ടാവുമല്ലോ. ചന്ദ്രയും അതുപോലെ ഭാമയും കൂടി മുകളിലെ റൂമിലിരുന്ന് സംസാരിക്കുമ്പോൾ താഴത്തെ റൂമിലാണെന്നുണ്ടെങ്കിൽ ചന്ദ്രയുടെ 2 സ്റ്റുഡൻസ് ഉണ്ട്, ലവേഴ്സ്. അവർ രണ്ടുപേരും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുവാണ്. അപ്പോഴാണ് രേവതി അങ്ങോട്ടേക്ക് കയറി വരുന്നത്. ഭക്ഷണം അവിടെ കൊണ്ടുവച്ചിട്ട് രേവതി ഇങ്ങ് എവിടെയെന്നുള്ള കാര്യം നോക്കാൻ വേണ്ടി പോകുമ്പോൾ റൂമിൽ ചെന്ന് നോക്കുമ്പോൾ ഇവർ രണ്ടുപേരും കൂടി അത്ര നല്ലൊരു പോസ്റ്ററിലല്ല കേട്ടോ നിൽക്കുന്നത്. ഇവിടെ രണ്ടുപേരും കൂടി എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും അവൾ വേഗം അവളുടെ കൈ വിടുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഡാൻസ് പഠിക്കാനല്ലേ വന്നിരിക്കുന്നത്? എന്നിട്ട് ഇവിടെ കിടന്ന് കാണിക്കുന്ന അഭ്യാസങ്ങൾ ഇതൊക്കെയാണോ? എന്താ നിനക്ക് പോലും അറിവില്ലേ? നീ ഒരു പെണ്ണല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ഇടമല്ല ഇത്. ഇതൊക്കെ നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയിട്ട് ചെയ്താൽ മതി. മര്യാദയ്ക്ക് പഠിക്കാൻ വന്നു കഴിഞ്ഞാൽ അത് മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് രേവതി അങ്ങ് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അപ്പോഴേക്കും ആ പെണ്ണാണെന്നുണ്ടെങ്കിൽ ചെക്കനെ ഭയങ്കരമായിട്ട് അടിക്കുന്നുണ്ട്. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇതൊന്നും വേണ്ട എന്ന്. ഞാൻ പറഞ്ഞതുപോലെ നീ അങ്ങ് ചെയ്താൽ മതി എന്നുള്ള കാര്യം ആ ചെക്കൻ പറയാണ്. അപ്പോഴേക്കും ബാമയും അതുപോലെ തന്നെ ചന്ദ്രൻ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. രേവതി വന്നിട്ട് പ്ലേറ്റ് ഒക്കെ എടുത്ത് വെക്കുകയാണ്. നീ വന്നോടി എന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ടാണ് താഴേക്ക് ഇറങ്ങി വരുന്നത്. ആ കറക്റ്റ് സമയം നോക്കിയിട്ട് പെണ്ണാണെന്നുണ്ടെങ്കിൽ ഇത് നോക്ക് മാസ്റ്റർ, ഇവരെന്നെ ചീത്ത വിളിച്ചു എന്ന് പറഞ്ഞിട്ട് കരഞ്ഞു വരുവാണ്. ഇവള് നിന്നെ ചീത്ത വിളിച്ചു എന്നോ? ഞങ്ങള് ഡാൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഇവര് വന്നിട്ട് ഞങ്ങളെ ചീത്ത വിളിച്ചു. എന്ത് ഡാൻസ് പ്രാക്ടീസോ? നിങ്ങൾ ഡാൻസ് ആയിരുന്നു റൂമിൽ ചെയ്തുകൊണ്ടിരുന്നത്. രണ്ടുപേരും കെട്ടിപ്പിടിച്ച് നിൽക്കുകയായിരുന്നു. അയ്യോ അല്ല, ഇവര് തെറ്റിദ്ധരിച്ചാണ്, ഞങ്ങൾ പ്രാക്ടീസ് ചെയ്താണെന്നുള്ള കാര്യം പറയാണ്. മാസ്റ്റർ പറഞ്ഞു തന്ന ശൃംഗാര പോസ്റ്റർ ആയിരുന്നു ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ അവരത് കണ്ടിട്ട് തെറ്റിദ്ധരിച്ചിട്ട് ഞങ്ങൾ ഭയങ്കരമായിട്ട് ചീത്ത പറഞ്ഞു. വീട്ടിൽ എന്റെ അമ്മ പോലും ഇതുവരെ എന്നെ ഇങ്ങനെ ചീത്ത പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് രേവതിയുടെ മേലെ കുറ്റിടാൻ വേണ്ടി ശ്രമിക്കാണ്ട് രണ്ടുപേരും കൂടി ചേർന്നിട്ട്. അയ്യോ അമ്മേ, അങ്ങനെയൊന്നുമല്ല, ഇവര് വെറുതെ ചുമ്മാ കള്ളം പറയുന്നതെന്നൊക്കെ രേവതി പറയുമ്പോൾ, അല്ലെങ്കിലും എന്റെ സ്റ്റുഡൻസിനെ ചീത്ത വിളിക്കാൻ വേണ്ടിയിട്ട് നിനക്ക് എന്താടി അവകാശം ഉള്ളതെന്ന് ചോദിച്ചിട്ട് രേവതിക്ക് നേരെ ചെല്ലുവാണ് ചന്ദ്ര. പാവം ആ പെണ്ണ് കരയുന്നത് കണ്ടില്ലേ? ഇവരൊക്കെ എന്നെ വിശ്വസിച്ചിട്ടല്ലേ ഇങ്ങോട്ട് വരുന്നത്? ഇല്ല അമ്മേ, അവര് തെറ്റായ രീതിയിൽ നിന്നത് ഞാൻ കണ്ടതാന്ന് പറയുമ്പോൾ, അല്ലെങ്കിലും നിനക്ക് അങ്ങനെയൊക്കെ തോന്നും. ഭരതനാട്യത്തെ കുറിച്ച് നിനക്ക് എന്താ അറിയുന്നത്? ശൃംഗാര രസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് എന്താണെന്ന് അറിയോ? നിനക്ക് മുളക് രസം അതുപോലെ തക്കാളി രസമൊക്കെ അല്ലേ അറിയുള്ളൂ. അല്ലെങ്കിലും ഇതിനെ കുറിച്ച് നിനക്ക് ഒന്നും അറിയില്ല. ഇത് ഭരതനാട്യമാണ്, അതിനെക്കുറിച്ച് നിനക്കൊരു തേങ്ങാക്കൊല അറിയില്ല. ഇല്ല അമ്മ എന്ന് പറഞ്ഞ് രേവതി തുടങ്ങുമ്പോഴേക്കും ഇനി മേലാൽ ഇങ്ങനത്തെ പണിയൊന്നും ചെയ്തേക്കരുത്, ഭക്ഷണം കൊണ്ട് വെച്ചല്ലോ, നീ പോവാൻ നോക്കി എന്ന് പറഞ്ഞിട്ട് രേവതി അവിടെ നിന്ന് ഓടിച്ചു വിടുവാണ്. പോകുന്ന സമയത്ത് രേവതി രണ്ടെണ്ണത്തിനൊരു നോട്ടം നോക്കിയിട്ടാണ് പോകുന്നത്. അവൾ പോയി കഴിഞ്ഞതിന് ശേഷം ആ പെണ്ണ് കരയുന്ന സമയത്ത്, മോളെ നീ എന്തിനാ കരയുന്നത്? അവൾക്ക് അതിന് മാത്രമുള്ള അറിവൊന്നുമില്ല. നീ പോയിട്ട് ഭക്ഷണം കഴിക്കും, ചെല്ല് പോയി ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് അങ്ങ് പറഞ്ഞു വിടുവാണ് ചന്ദ്ര. അവര് പറഞ്ഞതിന് ശേഷം നമ്മുടെ ബാമയാണെന്നുണ്ടെങ്കിൽ അവരുടെ മുമ്പിൽ വെച്ചിട്ട് നീ എന്തിനാ രേവതിയെ ചീത്ത വിളിച്ചെന്ന് ചോദിക്കുന്നുണ്ട്. അവൾക്ക് എന്ത് തേങ്ങാക്കൊല അറിയുന്നത്? അവൾ എന്തോ പറയാൻ വേണ്ടി വന്നതല്ലേ, അവളെ കുറിച്ച് നീ ഒന്നും പറയണ്ട, നീ വന്ന് ഭക്ഷണം കഴിക്കാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് ബാമയെ പറയാൻ പോലും അനുവദിക്കാതെ ചന്ദ്രങ്ങ ഭക്ഷണം കഴിക്കാൻ പോവാണ്. ആണെന്നുണ്ടെങ്കിൽ രേവതി പറഞ്ഞതുപോലെ തന്നെ പൊമ്മയും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഒരു പെട്ടിയും കൂടി താഴെയുണ്ട്. നീ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ മേടിച്ചിട്ടുണ്ട്, അത് മതി സജ്ജേട്ടാ. പിന്നെ അമ്പലത്തിൽ നിന്ന് കണ്ട ആ സ്ത്രീയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് കൊല് തരാന്നുള്ള കാര്യവും പറഞ്ഞിട്ടുണ്ട്. എല്ലാം
കറക്റ്റായിട്ട് വെക്കണം, അല്ലെങ്കിൽ അത് ദൈവകോപമായിട്ട് മാറും. ഇതുപോലെ എല്ലാം ദൈവകോപമാണെന്നുള്ള കാര്യം പറഞ്ഞു നിന്നോ നീ? രേവതി, ദൈവം ഒരിക്കലും നേരിട്ട് വന്നിട്ട് ഈ കാര്യം ചെയ്യരുത് ആ കാര്യം ചെയ്യരുത് എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഈ മനുഷ്യന്മാര് അവരവരുടെ സൗകര്യങ്ങൾക്കും അതുപോലെ തന്നെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്നൊക്കെ പറയുന്നതാണ്. നല്ല മനസ്സോട് കൂടിയിട്ട് ആർക്കും മോശപ്പെട്ട രീതിയിലുള്ള കാര്യങ്ങളൊന്നും നടക്കരുതെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം ദൈവം കേൾക്കും. അതാണ് ദൈവം എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് സച്ചേട്ടൻ എന്താണ് ജോത്സ്യനെ പോലെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെ പറയുന്ന ആളെ നിനക്ക് ജോത്സ്യനായിട്ടാണോ തോന്നുന്നത്? ഇതുകൊണ്ടാണ് ആരെങ്കിലും വ്യത്യാസമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവനെ സ്വാമിയാക്കുകയും പിന്നെ അവനെ വെച്ചിട്ട് പ്രതിഷ്ഠയാക്കുകയും അവന് പൈസ കൊടുക്കുകയും ചെയ്യുന്നത്. ദൈവം മാത്രമാണ് ദൈവം, അല്ലാതെ സാമിയും കോമിയും അവരൊന്നും സാമിയല്ല. ആദ്യം നീ ഇതെല്ലാം കറക്റ്റ് ആണോ എന്നുള്ള കാര്യം നോക്ക്, ബാക്കി ഞാൻ താഴെ പോയിട്ട് എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് സച്ചി അങ്ങ് പോവാണ്. രേവതി സച്ചി കൊണ്ടുവന്ന ഓരോ സാധനങ്ങൾ ഇങ്ങനെ പൊളിച്ച് ഇങ്ങനെ ഓരോ ബൊമ്മ ഇങ്ങനെ പുറത്തേക്ക് എടുത്ത് വെക്കുന്നുണ്ട്. ഇത് കണ്ടോണ്ട് വന്ന സുധിയാണെന്നുണ്ടെങ്കിൽ എന്താടാ ഇത് എന്നുള്ള കാര്യം ചോദിക്കുകയാണ്. ഇത് ബൊമ്മ. രേവതി ഇത്രയും നാള് പൂക്കച്ചവടമല്ലേ ചെയ്തത്, ഇനി ബൊമ്മ വിൽക്കാം എന്നുള്ള കാര്യം വിചാരിച്ചു. ബൊമ്മ എടുത്ത് ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ വരുന്നവർക്ക് എങ്ങനെയാണ് അറിയാൻ വേണ്ടി പറ്റുന്നത് സുധി ചോദിക്കുമ്പോൾ, അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യടാ, പുറത്ത് ഒരു ബോർഡും പിടിച്ചിട്ട് നിൽക്ക്, ഇവിടെ ബൊമ്മ വിൽക്കുന്നുണ്ടോ എന്നുള്ള കാര്യം. അങ്ങനെയാണെങ്കിൽ ആൾക്കാർ വന്ന് മേടിച്ചിട്ട് പോയിക്കോളല്ലോ. ഞാൻ എന്ത് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും എന്താണ് നീ കറക്റ്റായിട്ട് അതിന് ഉത്തരം പറയാത്തത്? അറ്റ്ലീസ്റ്റ് ഞാൻ നിന്റെ ഏട്ടനല്ലേ, ആ ഒരു ബഹുമാനെങ്കിലും തരണ്ടേന്ന് ചോദിക്കുമ്പോ ഏട്ടനോ? ആര്, നീയോ? ഈ വീട്ടിലെ മുതിർന്നവര് എന്ന് പറയുന്നത് അച്ഛൻ മാത്രമാണ്. നീ മുതിർന്ന ആളാണെന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ അച്ഛനെ അപമാനപ്പെടുത്തരുത്. വേണ്ടി പോയ എന്നെ പറഞ്ഞാൽ മതി. സച്ചിയുടെ കോല് വെക്കുക എന്നുള്ള കാര്യം പറഞ്ഞിട്ട് സച്ചിൻ എന്തൊക്കെയാ ഈ പറയുന്നത്? പിന്നെ ഇവനൊക്കെ ഇതൊക്കെ ബോധിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോന്നൊക്കെ സച്ചി ചോദിക്കുന്നുണ്ട്. അങ്ങനെ ദേഷ്യം പിടിച്ചിട്ട് ശ്രുതി ഉള്ളിലേക്ക് കയറി പോവാണ്. ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അമ്മയുടെ അടുത്ത് കറക്റ്റ് സമയത്ത് ടാബ്ലറ്റ് ഒക്കെ കഴിക്കണം, ശരീരമൊക്കെ നോക്കണമെന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ്. നീ ആരുടെ അടുത്താണ് ശ്രുതി ടാബ്ലറ്റ് ഒക്കെ കഴിക്കാൻ വേണ്ടി പറഞ്ഞെന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുന്ന സമയത്ത് അത് ഞാൻ മീരയുടെ അടുത്ത് പറഞ്ഞതാ. മീരയുടെ അമ്മയ്ക്ക് ഓപ്പറേഷൻ കഴിഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ കൃത്യസമയത്ത് ടാബ്ലറ്റ്സ് ഒക്കെ കൊടുക്കണം എന്നുള്ള കാര്യം പറഞ്ഞതാണ്. ശരി, ഈ സച്ചിയും രേവതിയും കൂടി ചേർന്നിട്ട് ഹാളിൽ എന്താ ബൊമ്മയൊക്കെ വെച്ചിരിക്കുന്നത്? അത് അവര് കൊലു വെക്കാൻ വേണ്ടി പോവാണ്. അതെന്താ സാധനം? ഇതുവരെ അങ്ങനത്തെ സംഭവം ഒന്നും ഇവിടെ ചെയ്തിട്ടില്ലല്ലോ. ഇല്ല, പക്ഷെ രേവതിക്ക് ഒരു ആഗ്രഹം അത് വെക്കണോ എന്നുള്ള കാര്യം. അങ്കിളാണെന്നുണ്ടെങ്കിൽ അതിനോക്കെ പറഞ്ഞു, പക്ഷെ അമ്മ അതിനോക്കെ പറയാൻ സാധ്യതയില്ലല്ലോ. ആദ്യം ആന്റി വേണ്ടെന്നൊക്കെ പറഞ്ഞത്, പക്ഷെ പിന്നെ അങ്കിള് കൺവിൻസ് ചെയ്തു. ഈ സച്ചിയാണെങ്കിൽ വെറുതെ ഇരിക്കില്ല, ചുമ്മാ കലവില എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. കൊലു വെക്കുന്നത് നല്ല കാര്യമല്ല. നല്ലതൊക്കെ തന്നെയാണ്, പക്ഷേ ആൾക്കാർ വന്നും പോകും, പാട്ട് പാടും, അത് ഇതെന്നൊക്കെ പറഞ്ഞ് ഫുള്ള് ഡിസ്റ്റർബൻസ് ആയിരിക്കും. നമ്മൾ വർക്കൊക്കെ കഴിഞ്ഞ് വന്നിട്ട് സമാധാനമായിട്ടൊന്നും ഉറങ്ങാൻ വേണ്ടി പറ്റില്ല. അതിനെന്താണ്, എപ്പോഴും ഉണ്ടാവില്ലല്ലോ, ഈവനിങ്ങിന് മാത്രമല്ലേ പൂജ ഉണ്ടാവുള്ളൂ. അത് നല്ല കാര്യമല്ലേ സുധിന്ന് ചോദിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് സുധിക്ക് വലിയ താല്പര്യമില്ലാത്ത രീതിയിൽ സംസാരിക്കുകയാണ്. അല്ല, ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കാശാവില്ലേ? അവരല്ലേ ചെയ്യുന്നത്, നമ്മളടുത്ത് കാശ് വെക്കേണ്ട കാര്യമില്ലല്ലോ. ഇനിയിപ്പോ ചോദിക്കുന്ന സമയത്തല്ലേ അത് അപ്പം നോക്കാം. നമ്മളടുത്ത് കാശ് ചോദിക്കാത്തത് വരെ അവരെന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. അല്ല ശ്രുതി, ഈ കൊലു വെക്കുന്ന സമയത്ത് ഓരോ ദിവസം ഡിഫറെന്റ് ആയിട്ടുള്ള സ്വീറ്റ് ചെയ്യില്ലേ? ഡെയിലി ഷോറൂമിലേക്ക് എടുത്തോണ്ട് വരണമെന്ന് പറയണേ. ശ്രുതി, ഫംഗ്ഷൻ തന്നെ ഈവനിങ്ങിലാണ് നടക്കുന്നത്. പിന്നെ ഉണ്ടല്ലോ 9 ദിവസം നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള പുതിയ ഡ്രസ്സ് ഇടണം. 9 ദിവസത്തേക്ക് പുതിയ ഡ്രസ്സോ? ഓരോ ദിവസവും നമ്മുടെ വീട്ടിലേക്ക് ആള് കയറി വരില്ലേ? 9 ദിവസത്തേക്ക് നീ ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി പോവാണോ? 2 വാങ്ങിയാ പോരെ? എന്തായാലും ഇന്ന് വരുന്ന ആൾക്കാർ നാളെ വരുമൊന്നുമില്ലല്ലോ. അങ്ങനെ മാറ്റി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അത് പോരാ, എന്തായാലും 9 വേണ്ട, ഒരു 4 നമ്പേഴ്സ് എങ്കിലും വേണം. 4 വേണം. നമുക്ക് ഷോപ്പിങ്ങിന് പോയാലോ? പോവാം. എന്തായാലും ക്രെഡിറ്റ് കാർഡിൽ ലിമിറ്റ് ഉണ്ടല്ലോ. താങ്ക് യു സുധി എന്നൊക്കെ പറയുന്നുണ്ട് ശ്രുതി. തുടർന്ന് സച്ചി പറയുന്നുണ്ട് എല്ലാവരുടെ അടുത്തും ഷെയർ മേടിക്കാൻ വേണ്ടിയിട്ട്. അതൊന്നും വേണ്ട, നമുക്ക് പറ്റുന്ന രീതിയിൽ ചെയ്താൽ മതി എന്നൊക്കെ രേവതി പറയുമ്പോൾ വേണ്ട, ഈ വീട്ടിൽ നടക്കുന്ന വിശേഷമല്ലേ, എല്ലാവരും അതിന് പണം കൊടുക്കണം. അങ്ങനെ സുധിയുടെ റൂമിൽ പോയി തട്ടുന്നുണ്ടേ. ഞാൻ നിന്റെ അടുത്തൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. മനസ്സിലായി എന്ന് പറയുമ്പോൾ അതിന് കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ. നീ കൊലു വെക്കാൻ വേണ്ടി പോവാണ്, പെർമിഷൻ ചോദിക്കാൻ വേണ്ടിയിട്ടല്ലേ? അയ്യോ സർ, ഞാൻ ഒരു മുദ്ര പേപ്പറും കൊണ്ടുതരാം, അതിനകത്ത് സാർ ഒന്ന് സൈൻ ചെയ്ത് തരണമെന്ന് പറയുകയാണേ. പിന്നെ നിന്റെ അടുത്ത് പെർമിഷൻ ചോദിച്ചിട്ട് വേണ്ടേ ഈ വീട്ടിലൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്? അങ്ങനെ സുധി ആകെ ഇല്ലാണ്ടായതുപോലെ ആവുന്നുണ്ട്. ഞാനേ കൊലു വെക്കുന്നതിന് എല്ലാവരുടെയും ഷെയർ 5000 രൂപ, അത് നാളെ നീ തരണം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഞാൻ എന്തിനാണ് അത് തരുന്നത്? ഞാനല്ലല്ലോ കൊലു വെക്കാൻ വേണ്ടി പറഞ്ഞത്. ഈ വീട്ടില് ദീപാവലി, ഓണം, വിഷു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ, അതൊക്കെ നീ പറഞ്ഞിട്ടാണോ ഇവിടെ നടത്തുന്നത്? ഞാൻ എന്തായാലും തരില്ല എന്റെ ഷെയർ എന്നുള്ള കാര്യം സുധി പറയുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ ഓരോ ദിവസം പല സ്വീറ്റ് ഉണ്ടാക്കും, അതിൽ നീ തൊടാൻ വേണ്ടി പാടില്ല. ഈവനിങ്ങിലാണ് ഇവിടെ ഫംഗ്ഷൻ നടക്കുക, നീ അതിനകത്ത് പങ്കെടുക്കാനും പാടില്ല. നീ നിന്റെ റൂമിൽ തന്നെ ഇരിക്കണം, അതിന്റെ പരിസരത്ത് പോലും നിന്നെ കണ്ടുപോകരുത്. ഒരേ വീട്ടിലിരുന്നിട്ട് ഞങ്ങൾ എങ്ങനെ ഇതിൽ പങ്കെടുക്കാതിരിക്കാൻ വേണ്ടി പറ്റുക എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ കാശ് തരാൻ വേണ്ടി പറ്റില്ലെങ്കിൽ പങ്കെടുക്കാനും നിൽക്കണ്ട. അത് മാത്രമല്ല, കൊലു വെക്കാൻ വേണ്ടിയിട്ട് നല്ല കറക്റ്റ് സ്പേസ് എന്ന് പറയുന്നത് നിങ്ങളുടെ വാതിക്കലിലാണ്, അതുകൊണ്ട് തന്നെ ഇവിടെയാണ് വെക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ 10 ദിവസം പുറത്ത് കിടന്ന് ഉറങ്ങിക്കുമെന്നും കൂടി സച്ചി പറയുന്നുണ്ട്. ഇത് കേട്ട ശ്രുതിയാണെങ്കിൽ രേവതി എന്താ സച്ചി ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുകയാണേ. അവർ ചുമ്മാ പറയുന്നതാണ് ശ്രുതി, നമുക്ക് തന്നെ എല്ലാ ചെലവുകളും നോക്കാം എന്നുള്ള കാര്യം രേവതി പറഞ്ഞു കേൾക്കുമ്പോൾ അതൊന്നും വേണ്ട രേവതി, ഞങ്ങളും ഇതിൽ പങ്കെടുക്കുമല്ലോ, ഈ കുടുംബത്തിലുള്ള ആൾക്കാർ തന്നെയല്ലേ, അതുകൊണ്ട് ഞങ്ങളും പണം തരാം എന്ന് പറയുമ്പോൾ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഇല്ല ശ്രുതി ഞാൻ കൊടുക്കില്ല എന്ന് പറയുന്നുണ്ട്.
വേണ്ട ശ്രുതി, ഞാൻ കൊടുത്തോളാം, രാവിലെ ATM പണം എടുത്തിട്ട് ഞാൻ തന്നോളാം എന്നുള്ള കാര്യം ശ്രുതി പറയുന്നുണ്ട്. സച്ചി രേവതി പോകുന്ന സമയത്ത് എന്തായാലും പണം തരാൻ വേണ്ടി പോവാണ്, എല്ലാം വെടിപ്പോട് കൂടി ചെയ്യണം എന്നുള്ള കാര്യം ശ്രുതി പറയുന്നുണ്ട്. ഈ അധികാരം കാണിക്കുന്നതിൽ മാത്രം നിനക്ക് ഒരു കുറവില്ലെന്ന് പറഞ്ഞ് ശ്രുതിക്ക് നേരെ ചെല്ലുമ്പോഴേക്കും ഇവനെന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. രേവതി ആണെങ്കിൽ ശ്രുതിക്ക് അരികിലേക്ക് ചെന്നിട്ട് നമ്മൾ എല്ലാവരും കൂടി ചെയ്യുന്ന കാര്യമാണല്ലോ, അതുകൊണ്ട് തന്നെ ഓരോ ദിവസം പൂജ ചെയ്യുന്ന സമയത്ത് നിനക്കും എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ വന്ന് പറയണം എന്നൊക്കെ പറയാണ്. ശരി എന്ന് ശ്രുതി പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് എന്തിനാ പണം കൊടുത്തത് എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുന്നുണ്ട്. നമ്മളും ഈ വീട്ടിൽ തന്നെയല്ലേ, അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു കാര്യത്തിൽ നമ്മൾ പണം കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ സച്ചി അതായിരിക്കും പറഞ്ഞു കാണിക്കുക. അതിനേക്കാൾ നല്ലത് പണം കൊടുക്കുന്നത് തന്നെയാണ്. ഇത് ശ്രീകാന്തും വർഷേനയുമാണ്. വർഷ ഫ്രഷപ്പ് ആയിട്ട് വന്ന് നോക്കുന്ന സമയത്ത് ശ്രീകാന്ത് പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് പുതിയതായിട്ടുള്ള കാര്യമാണല്ലോ എന്ന് ചോദിക്കും. അല്ലല്ല, ഇത് പഴയ സോങ് ആണ്, ഹിന്ദി സോങ് ആണെന്നുള്ള കാര്യം പറയാണേ. അതാ ഞാൻ ചോദിച്ചത്, നീ അങ്ങനെ പൊതുവെ ഹിന്ദി സോങ്സ് ഒന്നും കേൾക്കാത്ത ആളാണല്ലോ. അത് വേറൊന്നും കൊണ്ടല്ല, ഞാനും നീതും കൂടി ഇന്ന് സൂപ്പർ മാർക്കറ്റിൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. പോരുന്ന വഴിയിൽ വെച്ചിട്ട് കാറിൽ ഈ പാട്ടാ കേട്ടത്. എനിക്കും ഈ പാട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ശ്രീകാന്തിന്റെ ആക്ടിവിറ്റീസിലൊക്കെ ചേഞ്ച് വരുന്നുണ്ടല്ലോ, അത് നല്ലതല്ലേ? നമ്മള് ട്രെൻഡ്സിനൊപ്പം മാറിക്കൊണ്ടിരിക്കുന്നത്. കേട്ടോണ്ടിരിക്കുന്ന പാട്ട് അങ്ങ് സ്റ്റോപ്പ് ചെയ്യണേ. നീ എന്താ വർഷം കാണിച്ചെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്ത് ചെയ്യാനാണ്, എനിക്ക് ഇതല്ലേ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആള് ദേഷ്യപ്പെട്ട രീതിയിൽ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നുണ്ട്. നീ എന്താ പറയുന്നതെന്നുള്ള കാര്യം വർഷേ എനിക്ക് മനസ്സിലാകുന്നില്ല. അമ്മ സ്റ്റുഡിയോയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു, എന്നിട്ട് നിന്നെ അവിടെ വെച്ച് കണ്ടു എന്നുള്ള കാര്യം പറഞ്ഞു. ഓ, നീ എന്റെ അടുത്ത് പറഞ്ഞില്ല. നീയും അതുപോലെ എന്റെ അടുത്ത് പല കാര്യങ്ങളും പറയുന്നില്ലല്ലോ. എന്ത് പറഞ്ഞില്ല എന്നാ വർഷ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഒന്നുമില്ല, വിട്ടേക്കെന്ന് പറയണേ വർഷ. ഇപ്പൊ ഈടായിട്ട് വർഷ നീ പറയുന്ന കാര്യങ്ങൾ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ ബാക്കിയുള്ളവരൊക്കെ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോന്ന് ചോദിച്ചു ശ്രീകാന്തിന്റെ അടുത്ത് ചൂടാവാണ്. അപ്പോഴാണ് വർഷയെന്ന് വിളിച്ചുകൊണ്ട് സച്ചിയും അതുപോലെ രേവതിയും കൂടി വരുന്നത്. നിങ്ങൾ ഉറങ്ങിയെന്ന് ചോദിക്കുമ്പോഴേക്കും വർഷയാണെങ്കിൽ വേഗം വന്നിട്ട് ചേച്ചിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ചേച്ചി ഈയിടെയായിട്ട് ചേച്ചിയെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. ആന്റിക്ക് വേണ്ടി പരസ്പരം ഒന്ന് മിണ്ടാൻ വേണ്ടി പോലും പറ്റുന്നില്ല. ഞാനും വർഷയെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്കിത് സ്റ്റോപ്പ് ചെയ്യണ്ട, പിന്നെ അമ്മ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുണ്ടാക്കും. എല്ലാം നല്ല കാര്യം തന്നെയാണ്. ഒരുപാട് ബൊമ്മയൊക്കെ മേടിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഓ എനിക്ക് മനസ്സിലായി. കൺഗ്രാറ്റുലേഷൻസ് പറയാനുണ്ട് രേവതിക്ക് ആദ്യം. വർഷ നിങ്ങൾക്ക് കുഞ്ഞു പിറക്കാൻ വേണ്ടി പോവാണല്ലേ? സച്ചിയുടെ സത്യമാണോ കൺഗ്രാറ്റുലേഷൻസ് എന്ന് ശ്രീകാന്തും പറയുമ്പോഴേക്കും എടാ അതൊന്നും അല്ലടാ, ഒരുപാട് സീരിയലിൽ ഞാൻ ഡബ് ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം അത് തന്നെയാണ്. നിങ്ങൾ ഒരുപാട് ടോയ്സ് ഒക്കെ മേടിച്ചു തന്നല്ലേ, മേടിച്ചു വെച്ചു എന്നല്ലേ പറഞ്ഞത്? എല്ലാത്തിനും അതാണോ അർത്ഥം? പിന്നെ എന്തിനാ സച്ചിയുടെ ബൊമ്മയൊക്കെ മേടിച്ചു വെച്ചെന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോൾ അത് കൊലു ബൊമ്മയാണ്. കൊലു വെക്കാൻ വേണ്ടി പോവാണ് നമ്മുടെ വീട്ടിൽ. 5,000 ആണ് നിങ്ങളുടെ ഷെയർ തരാൻ വേണ്ടി പറയുന്നുണ്ട്. അത് കേട്ട ഉടനെ തന്നെ വർഷയാണെങ്കിൽ പേഴ്സിന് പൈസ എടുക്കുന്നുണ്ട്. പക്ഷെ ശ്രീകാന്ത് ആണെങ്കിൽ 5,000, ചിലപ്പോൾ അതിൽ കൂടുതലാകും. അത് കണക്കൊക്കെ കൂട്ടിയതിന് ശേഷം പറയാം. ശരി, ഞാൻ എന്തായാലും നാളെ ATM എടുത്തു തരാം എന്ന് ശ്രീകാന്ത് പറയണേ. പക്ഷെ 2,500 എടുത്തിട്ട് വർഷ കൊടുത്തിട്ട് പറയുന്നുണ്ട് ഇത് എന്റെ ഷെയർ ആണ്, ബാക്കി അവന്റെ അടുത്ത് മേടിച്ചോളാൻ വേണ്ടിയിട്ട്. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ജോഡികള്. എല്ലാത്തിനും കറക്റ്റ് ബഡ്ജറ്റ് ആണ്. അവിടെ ഒരുത്തനുണ്ട് കാശേ തരില്ല എന്നുള്ള കാര്യം പറഞ്ഞു. അല്ലെങ്കിൽ സുധിയേട്ടൻ അങ്ങനെ തന്നെയല്ലേ ചെറുപ്പം മുതലേ? സുധിയേട്ടൻ എങ്ങനെ പൈസ തരുക? ക്രിക്കറ്റ് ബാറ്റ് വാങ്ങണമെങ്കിൽ തന്നെ നമ്മൾ നമ്മുടെ കാശ് എടുത്തിട്ട് വാങ്ങണം. അവൻ കളിക്കാൻ മാത്രമല്ലേ വരുള്ളൂ. അവൻ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പൗഡർ എടുത്തിയാണ് രാവിലെ പണം തരാന്നുള്ള കാര്യം പറഞ്ഞത്. രേവതി ചേച്ചി ഈ 9 ദിവസം ഓരോരോ സ്പെഷ്യൽ ഡിഷ് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ ചെയ്യണം. എന്ത് ചെയ്യാനാണ്, എല്ലാം രേവതി ഒറ്റയ്ക്ക് ചെയ്യണം എന്നുള്ള കാര്യം ഭയങ്കര വിഷമത്തോടു കൂടി സച്ചി പറയുമ്പോൾ രേവതി ചേച്ചി എന്തിനാ തനിയെ ചെയ്യുന്നത്, ഞാൻ ഹെൽപ്പ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എല്ലാം ഓക്കെയാണ്. രണ്ടുപേരും കൂടി ചേർന്നിട്ട് എല്ലാം ഉണ്ടാക്കിയാൽ മതി. രേവതി ചേച്ചി എന്റെ കയ്യിൽ ഒരുപാട് ബൊമ്മയുണ്ട്, ടെഡി ബേഴ്സ് ഒക്കെ ഞാൻ കൊണ്ടുതരാം എന്ന് പറയുമ്പോൾ ടെഡി പെയറോ? അതെന്താ സാരം? ടിൻ പെയർ, മറ്റേ പെയർ, അതൊക്കെ എനിക്ക് അറിയുള്ളൂ. ഇതെന്താ സാധനം ചോദിക്കുമ്പോൾ അത് കരടി ബൊമ്മയാണ്. പക്ഷേ അതൊന്നും ഒരിക്കലും കൊലൂര് വെക്കാൻ വേണ്ടി പറ്റില്ല. പക്ഷേ നിന്റെ കയ്യിൽ ഒരുപാടുണ്ടെന്നുണ്ടെങ്കിൽ കൊണ്ടു തന്നത് ഈ പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ട് നമുക്ക് വിൽക്കാം എന്ന് സച്ചി പറയണേ. വേണമെങ്കിൽ നിങ്ങൾ അതും ചെയ്യും. അവർ കിടന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് സച്ചിയെ ഒന്നിയും കൊണ്ട് അങ്ങോട്ട് പോവുകയാണെ. വീണ്ടും പാട്ട് പാടിയിട്ട് ശ്രീകാന്ത് കിടക്കുമ്പോഴേ അവിടെയുള്ള പില്ലോ എടുത്തിട്ട് ഭയങ്കര അടിയാണ് കേട്ടോ വർഷ. തുടർന്ന് പിറ്റേ ദിവസമാണ് കേട്ടോ കാണിക്കുന്നത്. രാവിലെ തന്നെ രേവതി ബൊമ്മയൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്. രേവതി ചേച്ചി ഇതെന്താന്ന് ചോദിക്കുമ്പോൾ ഇതാണ് ബൊമ്മ കുലു. സച്ചി ആണെങ്കിൽ ഇത് കണ്ടുവന്നിട്ട് രാവിലെ തന്നെ നീ വെക്കാൻ വേണ്ടി പോവാണെന്ന് ചോദിക്കുമ്പോൾ ഇല്ല സച്ചിയേട്ടാ, ഞാൻ ചുമ്മാ എടുത്ത് നോക്കിയതുള്ളൂ. പിന്നെ രേവതി ഒരു കാര്യം, ഈ ബൊമ്മകുലൊക്കെ വെക്കുന്നത് കൊണ്ട് തന്നെ നീ നേരത്തിന് ഭക്ഷണം കഴിക്കാതിരിക്കരുത്. എനിക്ക് വിശക്കുന്ന സമയത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് അറിയാമെന്ന് രേവതി പറയുന്നുണ്ട്. അല്ലെങ്കിൽ നിനക്ക് പൂവിന്റെ ഓർഡർ കുറച്ച് കൂടുതൽ വന്നാൽ തന്നെ നിനക്ക് ഭക്ഷണത്തിന്റെ കാര്യം ഒരു ഓർമ്മയുണ്ടാവില്ല. ഇപ്പൊ കൊലുവയ്ക്കലും പൂജ ചെയ്യലും എല്ലാം കൂടി ആയിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കരുത്. അത് സച്ചേട്ടൻ പറഞ്ഞ സത്യം തന്നെയാണ്. നിന്റെ ഹെൽത്ത് നിങ്ങൾ തന്നെ നോക്കണം എന്നുള്ള കാര്യം വർഷയും രേവതിയുടെ അടുത്ത് പറയുന്നുണ്ട്. ചുമ്മാ സച്ചേട്ടൻ വെറുതെ പറയുന്നത്, ഞാൻ ഭക്ഷണമൊക്കെ നന്നായിട്ട് കഴിക്കുന്നു, വെറുതെ ഓവറായിട്ട് സ്നേഹം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിലും നല്ല കാര്യം പറയുന്നത് ആർക്കും ഇഷ്ടപ്പെടില്ലല്ലോ എന്ന് സച്ചി. അവർ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്കാണ് കേട്ടോ ശ്രീകാന്ത് റെഡിയായിട്ട് വരുന്നത്. ഇന്നെന്താ ശ്രീകാന്ത് നീ നേരത്തെ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇന്ന് എനിക്ക് നേരത്തെ പോകണം, ഞാൻ വന്നിട്ട് പോയാൽ പോരെ, നീ റെഡിയാവാൻ വേണ്ടിയിട്ട് എന്തായാലും ടൈം എടുക്കുമല്ലോ, അതുകൊണ്ട് മെല്ലെ റെഡിയായിട്ട് ക്യാബ് വിളിച്ച് പൊക്കോളാൻ വേണ്ടി പറയുന്നുണ്ട്. നീ എന്തിനു ശ്രീകാന്ത് ഇപ്പൊ റെസ്റ്റോറന്റ് തുറക്കുന്ന സമയം പോലും ആയിട്ടില്ല, അതിനു മുമ്പ് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ നീതു വരാൻ വേണ്ടിയിട്ട് പറഞ്ഞു. എന്തോ ഡിസ്കസ് ചെയ്യണം എന്നുള്ള കാര്യം പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ശ്രീകാന്ത് നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടെങ്കിലും പോയെന്ന് രേവതി പറയും. അല്ല, നീതുവിന്റെ ഒപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്നാ പറഞ്ഞത്.
ആരാടാ ഈ നീതു എന്ന് ചോദിക്കുമ്പോൾ അത് എന്റെ റെസ്റ്റോറന്റിന്റെ ഓണറിന്റെ മകളാന്ന് പറയുന്നുണ്ട്. ശരിയെന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് അവിടുന്ന് പോകുന്നുണ്ടെങ്കിൽ വർഷയുടെ മുഖത്ത് അത്ര തെളിച്ചില്ല കേട്ടോ. അത് രേവതിക്ക് മനസ്സിലാക്കി രേവതി കാര്യം അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. വർഷയാണെങ്കിൽ രേവതിക്ക് സംശയം തോന്നണ്ടെന്ന് വെച്ചിട്ട് അല്ല ചേച്ചി എവിടെയാണ് ഈ ബൊമ്മ വെക്കാൻ വേണ്ടി പോകുന്നത്, ലൈനായിട്ടാണോ വെക്കുന്നത്, ഇതിനെന്തെങ്കിലും ഓർഡർ ഒക്കെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വലിയ ബൊമ്മയൊക്കെ താഴെ വെച്ചിട്ട് ചെറിയ ബൊമ്മയൊക്കെ മേലെ വെക്കാന്നൊക്കെയാണ് സച്ചി പറയുന്നത്. എങ്ങനെ സച്ചിയേട്ടനെ ഇത്ര റോങ് ആയിട്ട് പറയാൻ വേണ്ടി പറ്റുന്നത്? പിന്നെ ചേച്ചി ഇതിനെന്തെങ്കിലും മുറയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട്, താഴത്തെ പടിയിൽ ചെടി അങ്ങനത്തെ ഓരോ സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഓരോ പടിയിലും വെക്കേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട വർഷ ചോദിക്കുന്നുണ്ട് ഇതിന് ഇത്രയും വലിയൊരു പ്രോസസ്സ് ഉണ്ടോ എന്നുള്ള കാര്യം. ഉണ്ട് വർഷയെ, പക്ഷെ ചിലരൊക്കെ 5 പടിയേ വെക്കുള്ളൂ. പക്ഷെ എത്ര പടി വെക്കുന്നു എന്നുള്ളതല്ല, നമ്മൾ മനസ്സോട് കൂടിയിട്ട് നല്ല ഭക്തിയോട് കൂടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യണം, അതാണ് പ്രധാനം. ചേച്ചിക്ക് പൂക്കെട്ടാൻ മാത്രമേ അറിയുള്ളൂ എന്നുള്ള കാര്യം ഞാൻ ഇത്രയും കാലം വിചാരിച്ചത്. എന്നാൽ ഇതിനെക്കുറിച്ചൊക്കെ നല്ല നോളജ് ഉണ്ടല്ലോ. ഇതൊന്നും അറിയാതെ ആന്റി എപ്പോഴും ചേച്ചിക്ക് പൂക്കെട്ടാൻ മാത്രമേ അറിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ചേച്ചി ഡിഗ്രേഡ് ചെയ്ത് സംസാരിക്കും. പക്ഷേ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞാൽ മാത്രം മതി, അത് മറ്റുള്ളവരെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ഇത് കേട്ട സച്ചിൻ പറയുന്നുണ്ട്, കറക്റ്റാ രേവതി നീ പറഞ്ഞത്. നമ്മൾ ചെയ്യുന്ന ജോലി നമുക്ക് എന്തെല്ലാം കഴിവുകളുണ്ട് എന്നുള്ള കാര്യം എല്ലാവരെയും പോകെ കാണിച്ചു കൊടുക്കും. അവർ സംസാരിക്കുന്നതിന്റെ ഇടയിലാണ് ചന്ദ്ര വരുന്നത് കാണുന്നത്. ചന്ദ്ര വരുമ്പോഴേക്കും വീണ്ടും അടി തുടങ്ങുവാണ്. ആന്റി ഇവരെന്തിനാ ഈ ബോക്സ് ഒക്കെ ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്, എന്ത് പറ്റി വർഷയെന്ന് ചന്ദ്ര ചോദിക്കുന്നുണ്ട്. എന്തോ കോല് വെക്കാൻ വേണ്ടി പോവാന്നുള്ള കാര്യമൊക്കെ പറയുന്നു. അവരെന്തോ വലിയ വീട്ടിലെ ആൾക്കാരെ പോലെ എന്തൊക്കെയോ ചെയ്ത് കാണിക്കാൻ വേണ്ടി പോവാണ്. ഞാനും വേണ്ടെന്നൊക്കെയാണ് വർഷ വിചാരിച്ചത്. പക്ഷേ വീട്ടിൽ നല്ലത് നടക്കുന്നുള്ള കാര്യമൊക്കെ പറഞ്ഞത് കേട്ടപ്പോൾ ഞാനും സമ്മതിച്ചു. എന്തൊക്കെയാണെങ്കിലും ആന്റിക്ക് ഭയങ്കര കൈൻഡ് ഹേർട്ടാണ് ഇവര് ആന്റിയെ യൂസ് ചെയ്യുന്നത്. അതെനിക്കറിയാം. നല്ല മനസ്സായി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാന്ന് പറയുമ്പോഴേക്കും സച്ചി ചുമക്കാൻ തുടങ്ങുവാണ്.